വാക്പുണ്യം എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ ഇത് തുടർച്ചയായിട്ട് 1844 ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പം ഇന്നും അനവധി വ്യക്തികളാണ് വാക്പുണ്യം പറയുവാൻ തയ്യാറായിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ച് 1.5-2 മാസക്കാലമായിട്ട് ഞങ്ങളിൽ നിന്ന് മിസ്സായി നിൽക്കുകയാണ്. എന്നാൽ പോലും ഇന്ന് രാവിലെ ഓസ്ട്രേലിയയിൽ നിന്ന് നമുക്ക് വേണ്ടി ഈ വാക്പുണ്യം എന്ന് പറയാമെന്ന് തയ്യാറായിക്കൊണ്ട് നിൽക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പെട്ടെന്ന് വന്ന് തായ്ലൻഡും ഒക്കെ പോയി ഇതാന്ന് പറയാം. ആ പ്രോഗ്രാമിന്റെ ആ പ്രാധാന്യവും ആ ഉൽപ്പന്നത്തിന്റെ പ്രാധാന്യവും അത് വേഗതയാർന്ന രീതികളിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്തപ്പം ഇന്ന് ലിറ്റി റാങ്കിൽ നിന്നും നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരിയായ സൂസമ്മ കുര്യൻ അവർ ഇപ്പോൾ അവർ ഓസ്ട്രേലിയയിലാണ്. അവിടെ നിന്ന് എക്സ്പീരിയൻസ് പറയുവാൻ വേണ്ടിയിട്ട് വളരെ സ്നേഹത്തോടു കൂടി ടീച്ചറെ ക്ഷണിച്ചോളുന്നു. ടീച്ചർ ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ നമ്മുടെ ദൈവത്തിനൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ ഓസ്ട്രേലിയയിലെ സിഡ്നി എന്ന സ്ഥലത്താണ്. എനിക്ക് അവിടുന്ന് പോകുന്നത് ഭയങ്കര വിഷമമുണ്ട്. എന്നാലും ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എല്ലാം ചെയ്യുന്നുണ്ട്. അത് വേറെ രസം. എല്ലാം ചെയ്യുന്നുണ്ട്, നമ്മുടെ പരിപാടികളെല്ലാം നടത്തുന്നുമുണ്ട് എല്ലാം. എന്നാലും നമ്മുടെ ഏറ്റവും UTC ലീഡറായ നമ്മുടെ സജി പാറക്കൽ സാറ്, നമ്മുടെ WTC ലീഡേഴ്സ് സിജി സാറ്, അനിൽ മാഷ്, നമുക്ക് നമ്മുടെ ശിവൻകുട്ടി സാറ്, അശോക് സാറ്, ലേഖ മാഡം, റോയ് സാറ്, എല്ലാവർക്കും ഈ ഒരു പ്രഭാത വന്ദനം പറയുന്നത്, ഈ മീറ്റിങ്ങിലായിരിക്കുന്ന എല്ലാവർക്കും ഒരു പ്രഭാത വന്ദനം. നമുക്കറിയാം നമ്മുടെ എലമെന്റ്സ് ഉൽപ്പന്നങ്ങൾ ആരോഗ്യവും സൗന്ദര്യവും എല്ലാം നൽകുന്നുണ്ട്. രോഗം വരാതെ സൂക്ഷിക്കുന്നുണ്ട്, മുൻകൂട്ടി തടയുന്നുണ്ട്, ജീവിതശൈലി രോഗങ്ങളെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കുന്നതിന് സാധിക്കുന്നു. ഇങ്ങനെയൊക്കെ ആയാലും എന്റെ കാര്യം തന്നെ ഞാൻ ആദ്യം പറയാം. ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാ, ഒരുപാട് റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതാ. എന്നാലും ഞാൻ പറയാണ്, എന്റെ തലയിലാണെങ്കിൽ എനിക്കൊരു 7-8 വയസ്സ് മുതൽ എന്റെ തലയിൽ എണ്ണ തേക്കാൻ പറ്റത്തില്ലായിരുന്നു. എണ്ണ തേക്കുകയോ തലമുടി കഴുകുകയോ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ വെള്ളം വീണ് കഴിഞ്ഞാൽ എനിക്ക് കഫക്കെട്ടലും തൊണ്ടയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. അങ്ങനെ ഇരിക്കുമ്പോ ആഴ്ച ഒരു തവണ മാത്രമേ തലയില് എണ്ണ അപ്പോഴും തേക്കുകയല്ലായിരുന്നു. ആഴ്ച ഒരു തവണ മാത്രം തല കുളിച്ചോണ്ടിരുന്ന ഞാന് ഇപ്പൊ നമ്മുടെ ഈ പ്രോഡക്റ്റില് നമ്മുടെ ചാമ്പിത്തൈലം വെച്ചിട്ട് ഞാൻ ഇപ്പം ഞാനൊന്നും പരീക്ഷിച്ചതാണ്. നീ ഈ ചാമ്പിത്തൈലം എങ്ങനെയുണ്ടെന്നറിയാൻ ഒന്ന് പരീക്ഷിച്ചു നോക്കിയപ്പം ഇപ്പൊ ഉണ്ട്. ഞാനിപ്പോ ഏതാണ്ട് 1 വർഷത്തോളം ആകുന്നു. അപ്പൊ ഏതാണ്ട് ഒരു തലയില് ചാമ്പി തൈലം തേച്ചു കുളിച്ചത്. ഇപ്പം ഞാന് ഡെയിലി തല കുളിക്കുന്നുകൊണ്ട് എണ്ണ വെക്കുന്നുകൊണ്ട് ഇപ്പൊ ചാമ്പി തൈലവും ഭൃംഗരാജും കൂടെ മിക്സ് ചെയ്താ ഇപ്പൊ തേക്കുന്നത്. ഒരു കുഴപ്പവും ഇല്ലെന്നുള്ളത് എന്റെ തലയ്ക്ക്. അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും അത് ഓർക്കുമ്പോ എനിക്ക് സങ്കടം വരും. ഞാൻ അധികം നാൾ ഈ പുറത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. മദ്രാസ്, ഡൽഹി, ബോംബെ ഇങ്ങനെയായിരുന്നു. അപ്പൊ ഈ മദ്രാസിൽ വന്ന ഉടനെ ഭയങ്കര ശ്വാസം മുട്ടലായിട്ട് വന്നു. ശ്വാസം മുട്ടൽ വന്നപ്പോഴത്തേക്ക് എന്താ നമുക്ക് ഒട്ടും പറ്റിയല്ല, അതേപോലെ ആയിപ്പോയായിരുന്നു. ഇപ്പൊ ശ്വാസം മുട്ടലിന് അപ്പൊ നമ്മുടെ ഇതേ വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇതിനകത്തുള്ള വെൽഹാർട്ടും സ്പൈർന ഗോൾഡും നമ്മുടെ ആയുശ്വാസം, കർജപ്രാശവും, ന്യൂട്രി ലൈഫും കഴിക്കാൻ തുടങ്ങി. ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും എന്റെ ഈ ശ്വാസം മുട്ടല് മാറി. 2 തവണ ഇൻഹേലർ എടുത്തോണ്ടിരുന്ന ഞാന് ഇപ്പൊ ഇൻഹേലറും ഇല്ല, ശ്വാസം മുട്ടൽ. അതുപോലെ തന്നെ വേറെ ദിവസം കേൾക്കണം സാർ, ഞാൻ ഇവിടെ വന്നു ഫ്ലൈറ്റിൽ കയറി ഇവിടെ വന്നപ്പോ ഇവിടെ ഈ തണുപ്പ് മാറി ചൂടാവുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ഉണ്ട് ഞങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും പലയിടത്തുനിന്നുമായിട്ട് കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ബിഗ് ബോസ് പോലെ പല ആൾക്കാരും ഇവിടെ ഉണ്ട്. അപ്പൊ ഈ വന്നവർക്കെല്ലാം നല്ല ചുമയും കഫക്കെട്ടലും എല്ലാം വന്നു. പക്ഷെ ആ 2 ദിവസം കഴിഞ്ഞപ്പോ എനിക്കും വന്നപ്പോ എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് ചാടി പോയി നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഒന്നും മേടിക്കാൻ പറ്റത്തില്ല.
ഒരു ഡോക്ടറെ കാണണമെങ്കിൽ 1 മാസം മുമ്പേ അപ്പോയിന്റ്മെന്റ് എടുക്കണം. അപ്പൊ എനിക്കറിയാവുന്ന ഒരു കൊച്ചു ഇവിടെ ഉണ്ടായിരുന്നു, എന്റെ അനിയത്തിയുടെ കൊച്ചു. അതിനോട് പറഞ്ഞ് ഞാൻ കുറച്ച് എന്താ പറയാ, കുറച്ച് മരുന്ന് മേടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര പറ്റിയല്ലായിരുന്നു, അതുപോലെ ആയിപ്പോയി. അപ്പൊ മേടിച്ചിട്ട് എല്ലാരും കഴിച്ചു എന്നുള്ളതാണ്. അപ്പൊ എല്ലാരും കഴിച്ചിട്ടും ആർക്കും മാറിയിട്ടില്ല. നമ്മുടെ ഈ പ്രോഡക്റ്റ് കഴിച്ചതിന്റെ ഫലമായിട്ട് അവര് 5 ദിവസത്തേക്ക് അവര് ഒരു കോഴ്സ് മരുന്ന് തന്നത്. ഞാൻ 5 ദിവസം കഴിഞ്ഞപ്പോ ആ പ്രോബ്ലം മാറി, ചുമയും മാറി, കഫക്കെട്ടലും മാറി, എല്ലാം മാറി. എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതായി. അതേപോലെ മറ്റൊരു സൗത്ത് ആഫ്രിക്കയ്ക്ക് തിരിച്ചു പോകുന്നിടം വരെ അവര് ചുമച്ചും കുറച്ചുമായിട്ടൊക്കെയാ പോയി. എല്ലാരും പോയി. ഇപ്പം ഒരു കുഴപ്പവും ഇല്ല. ഇപ്പൊ എല്ലാവർക്കും നല്ല ഇതാണ്. അതുപോലെ തന്നെ എന്റെ ഒരു ഫ്രണ്ട് തങ്കമ്മയെന്നും പറഞ്ഞിട്ട്, അത് നമ്മുടെ നാട്ടിലാ. ആ പുള്ളിക്ക് മ്യൂട്ടായി പോയേ. ഫാറ്റി ലിവറിന് കൊടുത്തതെന്ന് പറഞ്ഞാൽ ലിവാഗൈൻ ക്യാപ്സ്യൂൾ കൊടുത്തു, ലിവാഗൈൻ സിറപ്പ് കൊടുത്തു, ഡെയിലി ഡിറ്റോസ് കൊടുത്തു. ഇത് ഇത്രയും കൊടുത്തു. പിന്നെ അവർക്ക് പല പ്രോബ്ലം ഉണ്ടായിരുന്നു, പലതിനും കൊടുത്തു എന്നുള്ളതാണ്. എന്നിട്ട് മുഖത്ത് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫെയർനെസ് ക്രീം കൊടുത്തു. അപ്പൊ ഫെയർനെസ് ക്രീം കൊടുത്തു. അവര് ഫെയർനെസ് ക്രീം ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോ അവരുടെ മുഖത്തിന് നല്ല ഒരു തെളിച്ചം വന്നു എന്നുള്ള. അപ്പൊ ഇവരുടെ മോള് അമേരിക്കയിൽ നിന്ന് വന്നപ്പോ ചോദിച്ചു, മമ്മിക്ക് ഇപ്പൊ മമ്മിയുടെ മുഖമൊക്കെ നല്ലതല്ല, എന്ത് പറ്റിയ? അപ്പോഴാ പറഞ്ഞു, നമ്മുടെ സൂസമ്മ ടീച്ചർ കുറെ പ്രോഡക്റ്റ് കൊണ്ട് തന്നത്, അതാണ് ഞാൻ ഇട്ടത്. അപ്പൊ എന്തൊക്കെയാണ്? അപ്പൊ ആ കൊച്ചു അമേരിക്കയിലാണ്. ആ കൊച്ചു കുറച്ചു ദിവസം 2 ആഴ്ച കഴിഞ്ഞപ്പോ അമേരിക്കയിൽ നിന്ന് വന്നു. അപ്പൊ അമേരിക്കയിൽ നിന്ന് വന്ന കൊച്ചു, അമേരിക്ക കിട്ടാത്ത ക്രീമോ പ്രോഡക്റ്റോ വല്ലതും നമ്മുടെ കയ്യിലുണ്ടോ? അങ്ങനെ ഇരിക്കുമ്പോഴേ ഈ കൊച്ചു പറഞ്ഞു, വേണ്ട, മമ്മി ഇട്ട അതേ പ്രോഡക്റ്റ്, നമ്മുടെ ഫെയർനെസ് ക്രീം തന്നെ ഒരു 10 എണ്ണം മേടിച്ചുകൊണ്ട് അത് തിരിച്ചു പോയി എന്നുള്ളത്. അതുപോലെ തന്നെ അതിന്റെ ബ്രദർ ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് വന്നപ്പം അത് എന്ത് കഴിച്ചാലും ഗ്യാസാ. അപ്പൊ നമ്മുടെ നാട്ടിൽ വരുമ്പോ എന്ത് ചെയ്യും? ചക്കയും ഉരുളക്കിഴങ്ങും അതൊക്കെ കഴിക്കുമല്ലോ. അപ്പൊ ആ ഗ്യാസ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല പുള്ളിക്ക്. അപ്പൊ അപ്പോഴാണ് എന്നെ വിളിച്ചു ഇതുപോലെ ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടോന്ന്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പം നമ്മുടെ അന്റാസിഡ് കൊടുത്തു. അപ്പൊ കുറെ കഴിച്ചു. അപ്പൊ അവന് കുറച്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തെ അവന് വല്ലാത്ത ഒരു അവനൊരു മാറ്റം വന്ന പോലെയായി. അപ്പൊ അവനും ഇതുപോലെ തിരിച്ചു പോയപ്പോ അന്റാസിഡും കുറെ സാധനങ്ങളെല്ലാം മേടിച്ചോണ്ട് പോയി ഇംഗ്ലണ്ടിന് പോയപ്പം. അതുപോലെ തന്നെ 3ാമത്തെ മകള് ലണ്ടനില്, അവളും ലണ്ടനില. ആ ലണ്ടനിലുള്ള കൊച്ചും അവൾക്ക് നമ്മുടെ പിന്നെ ഹെയർ ഷാമ്പു വേണമെന്നും പറഞ്ഞിട്ട് അയച്ചു. ഞാനൊരു 10-50 എണ്ണം മേടിച്ചു കൊടുത്തു. അവരുടെ അടുത്തുനിന്ന് കുറച്ച് ആരോ വന്നപ്പോ അവരുടെ കയ്യിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഒരു 10-50 എണ്ണം അതും കൊടുത്തു വിട്ടു. അല്ലാസിഡും കൊടുത്തു വിട്ടിട്ടുണ്ട്. അങ്ങനെ കുറെ ആ ഒരു വ്യക്തി മുഖാന്തരം ഞാൻ അവരുടെ മക്കൾക്കും അവർക്കും എല്ലാം കുറെ പ്രോഡക്റ്റുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അത് പിന്നെ അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്റെ തന്നെ എന്റെ മകളുടെ കൊച്ചിനാണ് തൈറോയിഡ് എല്ലാം അഡനോയിഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ഡിസംബറിൽ വന്നിട്ട് കഴിഞ്ഞ ഡിസംബറിൽ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാ. അപ്പൊ ഞാൻ പറഞ്ഞു, വേണ്ട, ഓപ്പറേഷൻ ചെയ്യാൻ വരട്ടെ, ഇച്ചിരി കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാന് പ്രോനാസികയും കവചപ്രാശവും വിലോതെറിക്സനും ന്യൂട്രിലൈഫും കൂടെ കൊടുത്ത് ഒരു 2 മാസം കഴിഞ്ഞപ്പോ കൊച്ചിന് നല്ല മാറ്റമുണ്ട്. ഈ കൊച്ചു ഫുഡ് കഴിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, ഫുഡ് കഴിക്കുന്ന ചവച്ച് കഴിക്കത്തില്ല. ഈ അഡനോയിഡിന്റെ പ്രശ്നമുള്ളവർക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്നാ പറയുന്നത്. ഈ ഫുഡ് വായിലിട്ടാ വിഴുങ്ങുക ചെയ്യുന്നത്, ചവയ്ക്കത്തില്ല. അപ്പൊ ഇങ്ങനെ ഇത്രയും പ്രോഡക്റ്റ് കൊടുത്ത് ആ കൊച്ചിന് നല്ല മാറ്റമുണ്ട്. ഓപ്പറേഷന് ഡേറ്റ് ഒക്കെ കുറിച്ച് വെച്ചിരുന്നു. എന്നിട്ട് പോലും
അത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇത് കൊടുത്തത്. ഇപ്പൊ അതിന് ഓപ്പറേഷനും വേണ്ട, ഒന്നും വേണ്ട, അതെല്ലാം നല്ല രീതിയിൽ മാറി. അപ്പം അങ്ങനെ അതൊരു, അതുപോലെ തന്നെ വേറെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ പഠിപ്പിച്ച ഒരു കൊച്ച്, അവന്റെ കാലിന്റെ പാദം എപ്പോഴും ഇങ്ങനെ വിണ്ട് കീറി ഇങ്ങനെ പഴുത്ത് ചലം ഇങ്ങനെ വെച്ചിരുന്നു. നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്റ്റില് ഒരു സ്കിന്നിന്റെ ഡോക്ടറെ എവിടെയെല്ലാം പോയി കാണുമ്പോ അവിടെ എല്ലാം പോയി കണ്ടതാണ്. ആ കൊച്ചിനിങ്ങനെ, എന്നിട്ട് ഇവനൊരു ചെരുപ്പിടാൻ പറ്റത്തില്ല, ഒരു ഷൂ ഇടാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു ദിവസം പള്ളിയിൽ പോയപ്പോ ഇവനെ കണ്ട് ഇവനിങ്ങനെ പറഞ്ഞു. അപ്പൊ പറഞ്ഞ് ഇവന് കൊടുത്തതെന്ന് പറഞ്ഞാൽ 95 കൊടുത്തു, ആന്റി അലർജി കൊടുത്തു, ബ്ലഡ് പ്യൂരിഫയർ കൊടുത്തു, ഇത്രേ കൊടുത്തു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതും കൂടെ കൊടുത്തായിരുന്നു, നമ്മുടെ വേറെ എന്തോ ഇല്ല ഇത്ര സാധനം കൊടുത്തു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, അവന്റെ ആ കാല് നന്നായിട്ട് അത് കരിഞ്ഞു എന്നുള്ളതാണ്. കരിഞ്ഞിട്ട് അവനിപ്പം ദുബായിലാണ്. ദുബായിൽ നിന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്, ഇനി വരുമ്പോ എനിക്ക് കുറച്ചും കൂടെ തന്നു വിടണോന്നും പറഞ്ഞിട്ടുണ്ട്. പോയപ്പോ കുറെ കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെ വേറൊരു രസം ഉണ്ടായി. എന്താണ് സാർ ഞാൻ പറയാം, എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ പോയപ്പോ ഒരു ഡോക്ടറെ കാണാനാ പോയത്, ആയുർവേദ ഡോക്ടറാ. ആ ആയുർവേദ ഡോക്ടറെ കാണുന്നിടത്ത് ഒരാള് വന്നപ്പോ ഒരുപാട് സാധനം ആ ഡോക്ടറെ അടുത്തുനിന്ന് മേടിച്ചോണ്ട് പോകുന്നുണ്ട്, ഒത്തിരി മരുന്നുകൾ മേടിച്ചോണ്ട് പോകുന്നു. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ചിരിച്ചതാണ്. ഈ പുള്ളിക്കാരിയെ കണ്ട് ഞാനൊന്ന് ചിരിച്ചുപോയി. അപ്പൊ എന്നോട് വന്ന് ചോദിച്ചു, എന്താന്ന് ചോദിച്ചു, എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? അപ്പൊ ഞാൻ കാര്യം പറഞ്ഞു. അപ്പൊ അപ്പൊ ഒരു കമ്പനി ആയ പോലെ ഞങ്ങൾ വർത്താനം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതുപോലെ ഞങ്ങളുടെ കയ്യിൽ കുറെ പ്രോഡക്റ്റ് ഉണ്ടെന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ എന്ന് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു കേട്ടോ. അന്നേരം എന്നോട് പറഞ്ഞു, ഇന്ന് വൈകുന്നേരം ഒന്ന് വരാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന് വരാൻ പറ്റത്തില്ല, ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ നാളെ വരാമെന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നു. നാളെ ചെന്നപ്പം ഈ രണ്ട് പേർക്കാണ് അവിടെ പോയി ചെന്ന് 2 പേർക്ക് കൊടുത്തു. 2 പേർക്ക് കൊടുത്തത് എന്തുവാന്നറിയാവോ? പയൽസിന്റെ അസുഖത്തിനാണ് ഒരാൾക്ക് കൊടുത്തത്. അപ്പൊ പയൽസിയും കൊടുത്തു, അതിന്റെ ക്യാപ്സ്യൂളും കൊടുത്തു. അത് 1 മാസം ആയപ്പോഴത്തേക്ക് നല്ല മാറ്റം വന്നെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വെരിക്കോസ് വെയിനും കൊടുത്തു, ആന്റി അലർജിയും ബ്ലഡ് പ്യൂരിഫയറും ചാമ്പി തൈലവും പിന്നെ വേദന ജെല്ലും എല്ലാം കൂടെ കൊടുത്തു. അതും കുറച്ച് മാറ്റം വന്നു. പിന്നെ വേറൊരു പുള്ളിക്കും അന്ന് തന്നെ അവിടെ ചെന്ന് അന്ന് തന്നെ കൊടുത്തതാണ്, ബ്രീത്തിങ് ട്രബിളിന് കൊടുത്തതാണ് കവചപ്രാശം, ആശ്വാസം, വെൽഘട്ട. ഈ 2 പേർക്കാണ് ഞാൻ അന്ന് അവിടെ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. കുറവുണ്ടെന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു, ഞാൻ 2 ദിവസത്തേക്ക് ഇവിടെ ഇല്ല, ഞാൻ ഓസ്ട്രേലിയക്ക് പോവാണ്, എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ആളെ ഏർപ്പാടാക്കിയിട്ട്. അത് വേണ്ട, അപ്പം ഞാനും 11-ാം തീയതിയാണ്, സെപ്റ്റംബർ 11-ാം തീയതി ഇങ്ങോട്ട് പോരും. അപ്പൊ സെപ്റ്റംബർ 9-ാം തീയതി രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ ഇവിടം വരെ ഒന്ന് വരണോന്ന് പറഞ്ഞു. ശരി, ഞാൻ വരാമെന്ന് പറഞ്ഞു. 10-ാം തീയതി രാവിലെ ചെന്നപ്പോ എന്ത് രസമെന്നറിയാം, അവിടെ ചെന്ന് എനിക്കൊരു കസേരയും ഒരു മേശയും എടുത്തിട്ട് തന്നിട്ട് ഇവിടെ ഒരു 8-10 പേഷ്യന്റിനെ നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോ എങ്ങനെയാണോ അതുപോലെ എന്നെ അവിടെ ഇരുത്തിയിട്ട് ആ ഓരോ പേഷ്യന്റിനെ ഇങ്ങനെ കയറ്റി വിടുവാണ്. അപ്പൊ ഓരോന്നിനും, അപ്പൊ ശരിക്കും ഞാൻ ആ നിമിഷത്തെ ഞാൻ എന്താ പറയാ, ഇങ്ങനെയും ഉണ്ടാവോ, നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ദൈവത്തിന് 1000 നന്ദി പറഞ്ഞു കേട്ടോ. അപ്പൊ ആ പയൽസീസി കൊടുത്ത ആ പുള്ളിക്കാരിക്ക് 2 മാസത്തെ കൂടെ കൊടുത്തു. അതുപോലെ തന്നെ മേഴ്സിന്നും പറഞ്ഞ് വേറൊരു പുള്ളിക്കാരിയുണ്ട്, ആ പുള്ളിക്കാരിയും കൊണ്ടുവന്നു. പുള്ളിക്കാരിക്ക് നടുവേദന, കാലാണെങ്കിൽ ഇങ്ങനെ മന്ത് പോലെ ഇരിക്കുകയാണ്. അപ്പൊ
അപ്പൊ ആ പുള്ളിക്കാരിക്ക് കൊടുത്തത് എന്തെന്ന് പറയുക നാൾസ്റ്റിയോ നോവേദന ക്യാപ്സുളും ചാമ്പിത്തേലോ നോവേദന ജെല്ലും കൂടെ കൊടുത്തു. അത് കൊണ്ടിട്ട് പിന്നെയും വരുവാണ് ജാനകി എന്നും പറഞ്ഞിട്ട് വേറെ ഒരു പുള്ളിക്കാരിയെ ഇങ്ങനെ ഡോക്ടറിന്റെ അടുത്ത് കയറ്റി വിടുന്ന പോലെ കയറ്റി വിടുക. അപ്പൊ പിന്നെ ഞാൻ ചോദിച്ചു അതും. അപ്പൊ ആകെ 2 പേർക്ക് കൊടുക്കാനാണ് പോയത്. എന്നോട് പറഞ്ഞതും അങ്ങനെയാണ്, 2 പേർക്ക് 2 മാസത്തേക്ക് കൊടുക്കാൻ. അപ്പൊ ഈ ജാനകിക്ക് ഭയങ്കര കഫക്കെട്ടലാണ്, ചുമയും കഫം വന്ന ഛർദിലും ഭയങ്കര. അപ്പൊ അതിനും കൊടുത്തു. അപ്പം ഈ 3 മാസത്തേക്ക് ഞാൻ കൊടുത്തിട്ട് പോന്നു. കപ്പിലും ബ്ലഡ് പ്യൂരിഫയറും ആന്റി അലർജിയും ഒക്കെ കൊടുത്തയച്ചു പോന്നു. അതുപോലെ പിന്നെ എന്ത് ഫുഡ് കഴിച്ചാലും വേറൊരു പുള്ളി പേര് കൊച്ചുറാണി എന്നും പറഞ്ഞിട്ടൊരു പുള്ളിക്കാരിയാണ്. ആ പുള്ളിക്കാരിക്ക് എന്ത് കൊടുത്താലും ഛർദിയാണ്, എന്ത് കൊടുത്താലും ഛർദിയാണ്. അപ്പൊ ആ പുള്ളിക്കാരി ഇങ്ങനെ കൊണ്ടുവരുവാ, ഞാനിങ്ങനെ ഡോക്ടർ എഴുതുന്ന പോലെ എഴുതിക്കൊണ്ടിരിക്കുക. ഇത് ഓരോന്നിനും എല്ലാം കൊടുക്കണ്ടേ. അപ്പൊ എല്ലാം എഴുതി. അപ്പൊ എന്തായാലും നമ്മുടെ കാറിനകത്ത് എല്ലാം കിടപ്പുണ്ടായിരുന്നു കേട്ടോ, സർവ്വ സാധനവും കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ അതിന് ഇമ്മ്യൂണോ 3+ ആന്റാസിഡും കൊടുത്തു. അപ്പൊ അതിനും അതുപോലെ ഓക്കെ ആയി. പിന്നെ വേറെ 1-2 പേരെ ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ കൊടുത്തു. മേഴ്സി അബ്രഹാമത്തിന് കൊടുത്തു. എൽസി എന്നും പറഞ്ഞൊരു പുള്ളിക്കാരി ആദ്യം കണ്ടു. ആദ്യം ആ പുള്ളിക്കാരിക്ക് ക്യാൻസർ വന്നിട്ട് ഇപ്പൊ ഭയങ്കര വേദന. 1 മാസം ഞാന് നമ്മുടെ 95ഉം പിന്നെ പ്രോട്ടീൻ പൗഡറും കൂടെ കൊടുത്തിട്ടാണ് ആദ്യം പോകുന്നത്. അപ്പൊ ആ പുള്ളിക്കാരിക്ക് 2 മാസത്തെ കൂടെ വേണമെന്നും പറഞ്ഞിട്ട് 2 മാസത്തെ കൂടെ 95ഉം പ്രോട്ടീൻ പൗഡറും കൂടെ കൊടുത്തു വിട്ടു പോന്നു. എങ്ങനെ എന്റെ ദൈവമേ, സത്യം പറയുവാണേ സാറേ, ഞാൻ ഇങ്ങനെ എന്നെ ദൈവത്തെ നമിച്ച ഒരു ദിവസം എനിക്ക് ഒരിക്കലും, ഞാൻ എത്രയോ വർഷങ്ങളായി വർക്ക് ചെയ്യുന്നുണ്ട്, ഇതുപോലെയൊന്നും ഒരു അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ലെന്നാണ് സത്യം പറയുന്നത്. എനിക്കിനി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ ബാക്കിയുള്ളവർക്ക് പറയണമല്ലോ, അതുകൊണ്ട് ഞാൻ നിർത്തുവാണ് സാറേ. ശരിക്കും എന്നെ ഈ അവസരത്തിലേക്ക് കൊണ്ടുവന്നത് മാത്യു സാറാണ്. മാത്യു സാറിന് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ 1844 ദിവസം വാക്പുണ്യം പറയാൻ എന്നെ വിളിച്ച നമ്മുടെ സുമേഷ് സാറിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതിലേക്ക് കൊണ്ടുവന്ന ലേഖമാടത്തിനും ആശോ സാറിനും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് സാറിന് നന്ദി, നമസ്കാരം.